ബംഗാളിൽ നിന്നുള്ളൊരു വലിയ റിപ്പോർട്ട് ഇപ്പോൾ വരികയാണ്. അതായത് ഈ വോട്ടർ പട്ടിക പുനഃക്രമീകരണം അത് രാജ്യത്തുടനീളം നടത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട്. SIR കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മന്ത്രിമാരെല്ലാം കൂടെ ഭയന്ന് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരരുത്, നിലവിൽ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥനയുമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേട്ടിട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് SIR കൊണ്ടുവന്നോട്ടെ, അതുവരെ കള്ളവോട്ടൊക്കെ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഞങ്ങൾക്ക് ലഭിച്ചോട്ടെ എന്നാണോ അവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ബംഗാളിൽ ഈ SIR വന്നു കഴിഞ്ഞാൽ വലിയൊരു സംഘർഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവിടെ 6 അതിർത്തി ജില്ലകൾ സമ്പൂർണ്ണമായി റോഹിംഗ്യൻസ് കയ്യേറിയിരിക്കുകയാണ്. വലിയൊരു കലാപം തന്നെ ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് BJP അവിടെ ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുകയാണ്. തീവ്രമായ വോട്ടർ പട്ടിക പുനരവലോകനത്തിന് മുമ്പ് BJP CAA കാർഡ് അവിടെ പുറത്തിറക്കിയിരിക്കുകയാണ്. ദീപാവലിക്ക് ശേഷം BJP സജീവമായി സംസ്ഥാനത്തുടനീളം 1000-ലധികം CAA ക്യാമ്പുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള പീഡനത്തിനിരയായ ഹിന്ദു അഭയാർത്ഥികളെ CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് BJP ശ്രമിക്കുകയാണ്. എന്തായാലും ബംഗാൾ BJP പ്രസിഡന്റും MPയുമായിട്ടുള്ള സമീക് ഭട്ടാചാര്യ മാധ്യമങ്ങളോട് പറയുന്നത് CAA തുടക്കം മുതൽ BJPയുടെ അജണ്ടയിലായിരുന്നു. കോവിഡ് പാൻഡമിക് കാരണം നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി പൂർണ്ണമായും സജ്ജമാണ്. സംസ്ഥാനത്തുടനീളം 1000-ലധികം ജനസംഖ്യാപരമായ മാറ്റങ്ങൾ കാണുന്ന അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രത്യേകം ഊന്നി പറഞ്ഞു. കാരണം പല അതിർത്തി ജില്ലകളുടെയും ജനസംഖ്യാശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ അതിർത്തി ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രചാരണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് അതിർത്തി പങ്കിടുന്ന നോർത്ത് 24 പർഗാനാസ്, നാദിയ അതായത് ദക്ഷിണ ബംഗാൾ, കൂച്ച് ബെഹാർ, ഉത്തർ ദിനാജ്പൂർ, വടക്കൻ ബംഗാൾ എന്നിവയുൾപ്പെടെയുള്ള ജില്ലകളിലായിരിക്കും പ്രചാരണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതെന്നാണ് BJP വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.